ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. എഡ്ജ് മെന്ററിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു ചാനലിലൂടെ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മലയാളി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ലെവൽ എക്സാമിനേഷൻസ് ആയിട്ടുള്ള CGL, CHSL, RRB, അതുപോലെ തന്നെ ബാങ്കിങ് എക്സാംസ് തുടങ്ങിയ പരീക്ഷകൾക്കുള്ള ഒരു പരിശീലനമാണ് നമ്മൾ മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ CGL, CHSL, RRB തുടങ്ങിയ വിഷയങ്ങൾക്കൊക്കെ ചോദിക്കുന്ന അഡ്വാൻസ്ഡ് മാത്സിലെ ഒരു ഏരിയയായ ട്രിഗണോമെട്രിയാണ് പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ട്രിഗണോമെട്രി ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ ഏറ്റവും ബേസ് മുതൽ പഠിച്ചെടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോ കണ്ടതിന് ശേഷം അതിന്റെ താഴെയായിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഏതെങ്കിലും ഭാഗം മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഡൗട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ ആരംഭിക്കുന്നു. ഈ ട്രിഗണോമെട്രി എന്ന പദം ആക്ച്വലി ട്രിഗോൺ, മെട്രോൺ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ്. അപ്പൊ എന്താണ് ഈ ട്രിഗോൺ എന്ന വാക്കിന്റെ അർത്ഥം? ട്രയാങ്കിൾ എന്നാണ്. മെട്രോൺ എന്ന വാക്കിന്റെ അർത്ഥം മെഷർമെന്റ് എന്നാണ്. അപ്പോൾ ട്രയാങ്കിൾസിന്റെ മെഷർമെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ട്രിഗണോമെട്രി. ഈ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോഴും ഇതിൽ എല്ലാ തരം ട്രയാങ്കിൾസ് ഉൾപ്പെടുന്നില്ല. അത് വേറൊരു കാര്യമാണ്. നമ്മൾ ഈ ട്രിഗണോമെട്രിയിൽ നമ്മുടെ സ്പെസിഫിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ മാത്രമാണ്, അല്ലേ? അപ്പോൾ റൈറ്റ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്തിൻ്റെ അകത്ത് പറയുക, ഈ പറയുന്ന ട്രിഗണോമെട്രിയിൽ കൂടുതലായിട്ട് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസെപ്റ്റുകളിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് പൈതഗോറസ് തിയറമാണ്. അതായത് ഈ റൈറ്റ് ട്രയാങ്കിളിലെ ഏത് രണ്ട് സൈഡ് തന്നാലും നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാനൊരു റൈറ്റ് ട്രയാങ്കിൾ കാണിച്ചിട്ടുണ്ട്. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിന്റെ ബേസ് സൈഡും പെർപെൻഡിക്കുലറും എയും ബിയും ആയിട്ടും ഹൈപ്പോട്ടന്യൂസ് C ആയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ പൈതഗോറസ് തിയറം പറയുന്നത് ഇങ്ങനെയാണ്: ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കിട്ടും. അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിൽ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? C സ്ക്വയർ കിട്ടുന്നുണ്ട്. അതാണ് പൈതഗോറസ് തിയറം. ഇനി ഈ പൈതഗോറസ് തിയറം അനുസരിക്കുന്ന ചില വാല്യൂസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് എന്തുവാടാ? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്നാണ്. പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണെന്നാണ് നമ്മൾ വിളിക്കുക. പൈതഗോറസ് തിയറം അനുസരിക്കുന്ന ചില വാല്യൂസ് ഉണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് വിളിക്കും. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ട്രിപ്ലെറ്റ് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ട്രിഗണോമെട്രി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിലേക്കാണ് ഇനി കടക്കുന്നത്. ഏറ്റവും ബേസ് ആയിട്ടുള്ള കുറച്ച് ട്രിപ്ലെറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക: 3, 4, 5, അതേപോലെ തന്നെ 5, 12, 13, അതേപോലെ തന്നെ 7, 24, 25, പിന്നെ വരുന്നത് 9, 40, 41, അതുപോലെ തന്നെ 11, 60, 61. ഇത്രയും ഓഡ് നമ്പർ ബേസ്ഡ് ട്രിപ്ലെറ്റുകളാണ്. അപ്പൊ ശ്രദ്ധിക്കുക: 3, 4, 5, 5, 12, 13, 7, 24, 25, 9, 40, 41, അതേപോലെ തന്നെ 11, 60, 61. ഇനി ഈ ട്രിപ്ലെറ്റ് പഠിച്ചാലുള്ള മെച്ചം എന്നാന്ന് ചോദിച്ചാൽ ഇതിന്റെ എല്ലാ മൾട്ടിപ്പിൾസും ട്രിപ്ലെറ്റ്സ് തന്നെ ആയിരിക്കും. അതായത് 3, 4, 5 നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, 6, 8, 10. അടുത്ത ട്രിപ്ലെറ്റ് ആണ്. അതിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, 9, 12, 15. വേറൊരു ട്രിപ്ലെറ്റ് ആണ്. അപ്പോ ഈ പറഞ്ഞ ബേസ് ട്രിപ്ലെറ്റിന്റെ എല്ലാ മൾട്ടിപ്പിൾസും പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും ഓഡ് നമ്പർ ബേസ്ഡ് ആണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ട്രിപ്ലെറ്റുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ സേ 35, 120 ഇങ്ങനെ തന്നിരിക്കുകയാണെന്ന് കരുതുക. റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ 35 എന്നും 120 എന്നും തന്നിരിക്കുകയാണ്. മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ നോർമലി ഒരു ആസ്പിരന്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ചെയ്യും. പക്ഷേ ഇത് അത്ര എളുപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ 35ഉം 120ഉം വളരെ വലിയ വാല്യൂസ് ആണ്, അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ട്രിപ്ലെറ്റ്സിന്റെ കൺസെപ്റ്റ് ഉപയോഗിക്കാം. നമ്മൾ ആദ്യം എഴുതുന്നു 35, 120, അല്ലെ? ഇതുമായിട്ട് ചേർന്ന് വരുന്ന മൂന്നാമത്തെ സൈഡാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇനി ആലോചിക്കുക, ഇത് നമുക്ക് പരിചയമുള്ള ട്രിപ്ലെറ്റ് അല്ല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ട്രിപ്ലെറ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിൽ കോമൺ ആയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്ത് ഇതിനെ റേഷ്യോ ഫോമിലേക്ക് മാറ്റുക. നമുക്കറിയാം ഈ 35, 120 രണ്ടും ഈ പറയുന്ന പോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന വാല്യൂസ് ആണ്. അപ്പൊ നമ്മൾ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 35ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 7 കിട്ടും. 120ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 24 കിട്ടും. അപ്പോൾ റേഷ്യോ ഫോമിലേക്ക് മാറുമ്പോൾ എത്രയെന്ന് പറയും? 7:24 എന്ന് വരും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, 7ന്റെയും 24ന്റെയും കൂടെ വരുന്ന മൂന്നാമത്തെ പെയർ ഏതാണ്? അത് 25 ആണ്. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 7ഉം 24ഉം കഴിഞ്ഞാൽ പിന്നെ എത്ര വരും? 25 വരും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഒറിജിനലി നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലായിരുന്നു, ഇല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്തായിരുന്നു. അപ്പൊ ഇതിനെ നോർമൽ വാല്യൂ ആക്കി മാറ്റാനായിട്ട് നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ കൂടി ചെയ്യണം. അപ്പൊ 25 × 5 ആൻസർ എത്ര വരും? 125. അതായത് മൂന്നാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 125 ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ? എങ്ങനെയാ നമ്മൾ ചെയ്തെടുത്തെന്നുള്ള കാര്യം മനസ്സിലായേ? അപ്പൊ ഈ ബേസ് ട്രിപ്ലെറ്റ് പഠിക്കുക. ഇനി ഇതിന്റെ എല്ലാ മൾട്ടിപ്പിൾസും ട്രിപ്ലെറ്റ് തന്നെ ആയിരിക്കും.
ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സംഖ്യകൾ വന്നാലും അതിനെ റേഷ്യോ ഫോമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എന്തിലേക്ക് വരാൻ പറ്റും, ആൻസറിലേക്ക് വരാനായിട്ട് പറ്റും. ഇത് കൂടാതെ കുറച്ച് ഈവൻ നമ്പർ ബേസ്ഡ് ട്രിപ്ലറ്റ് കൂടി ഉണ്ട്, അതും കൂടെ ഓർത്ത് വെച്ചേക്കണം. 8, 15, 17, 20, 21, 29, അതേപോലെ തന്നെ 12, 35, 37. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. 3, 4, 5, 5, 12, 13, 7, 24, 25, 9, 40, 41, 11, 60, 61, അതേപോലെ തന്നെ 8, 15, 17, അതേപോലെ 12, 35, 37, അതേപോലെ തന്നെ 20, 21, 29. ഇനി ഇതിന്റെ വലിയ വാല്യൂസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, റൈറ്റ് ട്രയാങ്കിളിലെ സൈഡുകൾ 51, അതേപോലെ തന്നെ 24 തന്നിരിക്കുകയാണ്. നമുക്ക് ബേസ് സൈഡ് കണ്ടുപിടിക്കണമെന്ന് കരുതുക. വളരെ സിമ്പിൾ ആണ്. പൈതഗോറസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്യൽ ട്രിപ്ലറ്റ് ഉപയോഗിക്കുക. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് 51 ആണ്, മറ്റൊരു സൈഡ് 24 ആണ്, മൂന്നാമത്തെ സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വലിയ സംഖ്യകളാണെങ്കിൽ കട്ട് ചെയ്ത് റേഷ്യോ ഫോമിലേക്ക് മാറ്റുക. ഈ 51നെയും 24നെ എന്തുകൊണ്ട് കട്ട് ചെയ്യാം? 3 കൊണ്ട് കട്ട് ചെയ്യാം, അല്ലെ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏത് ഫോമിലേക്ക് മാറും? 17:8 എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറും. ഇനി നിങ്ങൾ ആലോചിക്കുക, 8ന്റെയും 17ന്റെയും കൂടെ വരുന്ന മൂന്നാമത്തെ ട്രിപ്ലറ്റ് ഏതാണ്? 8, 17, 15 എന്നല്ല കാണുന്നത്. അപ്പൊ മൂന്നാമത്തെ വശം 15 ആണ്. ഇനി ആലോചിക്കുക, ഒറിജിനലി നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നു സുഹൃത്തെ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പൊ നോർമൽ വാല്യൂ ആക്കി മാറ്റാനായിട്ട് നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 15 × 3 ആൻസർ എത്ര വരും? 45 വരും. അതാണ് നമ്മുടെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രിപ്ലറ്റ് പഠിച്ചാൽ കുറേയേറെ കാര്യങ്ങൾ ഇനിയും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി റൈറ്റ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കൺസെപ്റ്റ് പെർപെൻഡിക്കുലർ എന്താണ്, ബേസ് എന്താണ്, ഹൈപ്പോട്ടന്യൂസ് എന്താണെന്നാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിൽ ഈ ആംഗിൾ നമ്മൾ 90 ഡിഗ്രി ആയിട്ട് എടുക്കുകയാണ്. ഇത് 90 ഡിഗ്രി ആയിട്ട് എടുക്കുകയാണ്. ഇനി ഏറ്റവും വലിയ സൈഡ്, ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ഏറ്റവും വലിയ സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുക, അല്ലെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസിന് മാറ്റമൊന്നുമില്ല. ഇതാണ് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. എന്നാൽ പെർപെൻഡിക്കുലറും ബേസും നമ്മൾ ചൂസ് ചെയ്യുന്ന ആംഗിളിനനുസരിച്ച് മാറും. അതായത് എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സപ്പോസ് നമ്മൾ ഈ ബോട്ടം റൈറ്റ് ആംഗിൾ ആണ്, ഇതാണ് നമ്മൾ തീറ്റ ആയിട്ട് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കേണ്ടത്. അതായത് ഈ സൈഡ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കണം. തീറ്റയ്ക്ക് അടുത്തായിട്ട് വരുന്ന സൈഡാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു സൈഡ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടി വരും? ബേസ് ആയിട്ട് എടുക്കേണ്ടി വരും. ഇനി ശ്രദ്ധിക്കുക, ഈ ടോപ്പ് ആംഗിൾ ആണ് ഞാൻ ഇവിടെ തീറ്റ ആയിട്ട് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു സൈഡാണ് പെർപെൻഡിക്കുലർ, അതിന് അഡ്ജസ്റ്റന്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു സൈഡാണ് ബേസ്. അപ്പൊ കാര്യം മനസ്സിലായേ? പെർപെൻഡിക്കുലറും ബേസും ഫിക്സ്ഡ് അല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. നമ്മൾ ചൂസ് ചെയ്യുന്ന ആംഗിൾ ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കേണ്ടത്, അതിന്റെ അഡ്ജസന്റ് സൈഡാണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഏറ്റവും വലിയ സൈഡാണ് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി പെർപെൻഡിക്കുലറും ബേസും ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള റേഷ്യോസ് ആണ് ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ നോക്കാം. ആദ്യത്തേത് സൈൻ തീറ്റയാണ്. ശ്രദ്ധിക്കുക, സൈൻ തീറ്റയുടെ വാല്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? പെർപെൻഡിക്കുലർ സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? സൈൻ തീറ്റ കിട്ടുക. ഓക്കെ, പെർപെൻഡിക്കുലർ സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സൈൻ തീറ്റ കിട്ടും. അതേപോലെ തന്നെ ഈ സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് കൊസീക് തീറ്റ, അല്ലെ? 1/sin തീറ്റ, അല്ലെ? 1/sin തീറ്റ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കൊസീക് തീറ്റ എന്ന് വിളിക്കുക. അപ്പോ സൈൻ തീറ്റയുടെ വാല്യൂ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ കൊസീക് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെ? ഇനി കോസ് തീറ്റയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ബേസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, അല്ലെ? ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഓർക്കുക, 1/cos തീറ്റ ആണ് സീക് തീറ്റ എന്നറിയപ്പെടുന്നത്, അല്ലെ? 1/cos തീറ്റ ആണ് ഏതെന്ന് അറിയപ്പെടുക? സീക് തീറ്റ എന്നറിയപ്പെടുന്ന ആ ഒരു ഐഡന്റിറ്റി, അല്ലെങ്കിൽ കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് സീക് തീറ്റ. അപ്പൊ ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് തീറ്റ എങ്കിൽ സീക് തീറ്റയുടെ വാല്യൂ വിൽ ബി ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ബേസ് ആയിരിക്കും. ഇതുപോലെ തന്നെ ടാൻ തീറ്റയുടെ വാല്യൂ എങ്ങനെ നമുക്ക് കിട്ടുന്നത്? ടാൻ തീറ്റ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ സൈഡിനെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇനി ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ നമുക്കറിയാം, അല്ലെ? 1/tan തീറ്റ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോട്ട് തീറ്റ എന്ന് വിളിക്കുക. അപ്പൊ ടാൻ തീറ്റയുടെ വാല്യൂ പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണെങ്കിൽ കോട്ട് തീറ്റയുടെ വാല്യൂ എന്തുമായിരിക്കും ഫ്രണ്ട്സ്? ബേസ് ബൈ പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെ? ബേസ് ബൈ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ അതാ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, കോസ് തീറ്റ എന്ന് പറയുന്നത് ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, ടാൻ തീറ്റ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ബേസ് ആണ്. ഓക്കെ ആണേ? വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. അപ്പൊ ഇതുവരെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ റൈറ്റ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട സ്റ്റഡിയാണ് ട്രിഗണോമെട്രി. അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ പൈതഗോറസ് തിയറം ഫോളോ ചെയ്യുന്ന ട്രയാങ്കിളുകളാണ്. അതായത് a² + b² = c² ആയ ട്രയാങ്കിളുകളാണ്. ഇനി ഈ റൈറ്റ് ട്രയാങ്കിളിലും അതിന്റെ സൈഡുകളായിട്ട് വരുന്ന ചില ബേസിക് വാല്യൂസ് ഉണ്ട്. അതിനെ നമ്മൾ ട്രിപ്ലറ്റ് എന്നുള്ള രൂപത്തിൽ പഠിക്കുന്നു. ട്രിപ്ലറ്റ് ഓർത്ത് വെച്ചാൽ വലിയ സൈഡിലേക്ക് നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്പിൾസ് കണ്ടുപിടിച്ചുകൊണ്ട് എത്താൻ കഴിയും.
അതുകൂടാതെ ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, പിന്നെ അതിന്റെ റെസിപ്രോക്കൽസ് ആയിട്ടുള്ള കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചു മനസ്സിലാക്കിയത്. ഇനി ഒരു ഒന്ന് രണ്ട് റിലേഷൻസ് കൂടെ ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, ഒന്ന് രണ്ടെണ്ണം. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എല്ലാവർക്കും അറിയാവുന്ന വാല്യൂ ആണ്. ഇതിന്റെ ആൻസർ എന്താണ്? 1 ആണ്. അത് എങ്ങനെയാണ് നമുക്ക് ആ ഒരു റിലേഷനിലേക്ക് എത്താൻ കഴിയുക എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണിത്. അതായത് ഇപ്പോ സൈൻ തീറ്റയുടെ വാല്യൂ നമുക്കറിയാം, പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും? പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ഹോൾ സ്ക്വയർ വരും. പ്ലസ് കോസ് തീറ്റയുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ബി ബൈ എച്ച് ഹോൾ സ്ക്വയർ. ഇതെന്ത് കിട്ടും നമുക്ക് നോക്കാം. ഇതിന്റെ വാല്യൂ എന്ത് വരും? പി സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ ആണ് അല്ലെ. ഇനി എച്ച് സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ വരും. ഇനി നമുക്ക് ഓൾറെഡി അറിയാം, ഒരു റൈറ്റ് ട്രയാങ്കിളിൽ പെർപെൻഡിക്കുലറും ബേസും ഹൈപ്പോട്ടന്യൂസും ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ തന്നെയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് തിയറത്തിൽ. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എച്ച് സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ വരും, അല്ലെങ്കിൽ 1 കിട്ടും. അതാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇതിനെ ത്രൂ ഔട്ട് നമ്മൾ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ട് നമ്മൾ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത റിലേഷൻ കിട്ടും. 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ തീറ്റ ആണ്. കോസ് സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 1 ആണ്. സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ സ്ക്വയർ തീറ്റ ആണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു റിലേഷൻ ആണ്. അതായത് ടാൻ തീറ്റയെ നമുക്ക് ഇങ്ങനെ എഴുതാം. ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്? കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? സൈൻ തീറ്റയെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്താണ്? ടാൻ സ്ക്വയർ തീറ്റ ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടിയത്. അതായത് ഒറിജിനലി ഈ റിലേഷൻ തന്നെയാണ്, അതിനെ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുക. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്തെന്ന് കിട്ടും? 6 സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അല്ലെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 6 സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എത്രയെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ റിലേഷനെ നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കൊസീക് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്നാണ്. അപ്പോൾ ഈ 3 റിലേഷൻസ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫോർമുലാസ് ആണ്, ഓർത്ത് വെച്ചേക്കുക. എന്തോ നമ്മൾ ആദ്യം പറഞ്ഞത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, ആൻസർ എത്രടാ? 1 ആണ്. ഇനി അതേപോലെ തന്നെ സീക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആണ്. അതേപോലെ തന്നെ കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ആണ്. പഠിച്ചല്ലോ, സെറ്റ് ആയല്ലോ. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം. ആദ്യത്തെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്, ടാൻ തീറ്റയുടെ വാല്യൂ 9/40 ആണ്. അങ്ങനെയാണെങ്കിൽ സീക് തീറ്റയുടെ വാല്യൂ കണ്ടെത്തുക. അപ്പൊ ഒരു ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോ തന്നാൽ അതിന്റെ അകത്തുനിന്ന് എങ്ങനെയാണ് നമ്മൾ അടുത്ത റേഷ്യോയിലേക്ക് എത്തുക? അതാണ് ഇവിടെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് കണ്ടുപിടിച്ചെടുക്കാം. അതായത് നമുക്കറിയാം ഈ ടാൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ സൈഡിനെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ആണേ പെർപെൻഡിക്കുലറിനെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടാൻ തീറ്റ കിട്ടുക. അപ്പൊ നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ, ശ്രദ്ധിക്കുക, ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഈ റൈറ്റ് സൈഡ് ആംഗിൾ ഞാൻ തീറ്റ ആയിട്ട് എടുക്കുന്നു. അപ്പൊ പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ് ഈ തന്നിരിക്കുന്നത് 9/40. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെർപെൻഡിക്കുലർ സൈഡ് എനിക്ക് 9 ആയിട്ടും ബേസ് സൈഡ് എനിക്ക് എത്ര ആയിട്ട് കൊടുക്കാം? 40 ആയിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, 9ന്റെയും 40യുടെയും കൂടെ വരുന്ന അടുത്ത വാല്യൂ ഏതാണ്, അല്ലെങ്കിൽ അടുത്ത ട്രിപ്ലെറ്റ് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 9, 40, 41 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ 9ന്റെയും 40യുടെയും കൂടെ വരുന്ന അടുത്ത ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 41 ആണ്. അപ്പൊ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എത്രയെന്ന് കിട്ടും? 41 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് 3 സൈഡുകളുമായി ഇനി ഏത് റേഷ്യോ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മളുടെ ചോദ്യം സീക് തീറ്റയാണ്. സീക് തീറ്റ ആലോചിക്കുക, എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? ഹൈപ്പോട്ടന്യൂസിനെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലെ. ഹൈപ്പോട്ടന്യൂസിനെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് സീക് തീറ്റ. അപ്പോ ഹൈപ്പോട്ടന്യൂസ് 41 ആണ്, ബേസ് 40 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും? 41/40 വരും. 41/40. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ? സി ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടിയല്ലോ, എങ്ങനെ നമ്മൾ ചെയ്തെടുത്തതെന്ന് മനസ്സിലായല്ലോ. വളരെ സിമ്പിൾ ആണ്, കൂൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളിലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു റേഷ്യോയുടെ വാല്യൂ തന്നിട്ടുണ്ടാവും. അതനുസരിച്ച് ആ റൈറ്റ് ട്രയാങ്കിളിലെ 3 സൈഡുകൾ കണ്ടെത്തുക. പിന്നെ ഏത് റേഷ്യോ ചോദിച്ചാലും നമുക്ക് ആ ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്താനും കഴിയും. സിമ്പിൾ അല്ലേ? എളുപ്പമല്ലേ? അപ്പോ നമുക്ക് അടുത്ത 1-2 ചോദ്യങ്ങളിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, സീക് തീറ്റ 25/24 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്? അപ്പോൾ നമ്മൾ ആ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യുക. ബോട്ടം റൈറ്റ് കോർണർ ഞാൻ തീറ്റ ആയിട്ട് എടുക്കുന്നു. ശ്രദ്ധിക്കുക, സീക് തീറ്റ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ബേസ് ആണ്. അപ്പൊ അതിന്റെ വാല്യൂ 25/24 ആണെങ്കിൽ എനിക്ക് എന്തോ എടുക്കാം? ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ എനിക്ക് 25 ആയിട്ടും ബേസിന്റെ വാല്യൂ എനിക്ക് എത്ര ആയിട്ട് കൊടുക്കാം? 24 ആയിട്ട് കൊടുക്കാം. ഇനി ട്രിപ്ലെറ്റ് ആലോചിക്കണം.
25ന്റെയും 24ന്റെയും കൂടെ വരുന്ന മൂന്നാമത്തെ വശം ഏതാണ്? അതേതാണ്? 7 ആണ് അല്ലേ? നിങ്ങൾ നേരത്തെ എഴുതിയെടുത്തിട്ടുണ്ടല്ലോ. 7, 24, 25 എന്നാണ് നമ്മൾ പറയാം. അപ്പൊ തേർഡ് സൈഡ് നമുക്ക് എത്രയെന്ന് കിട്ടും? 7 എന്ന് കിട്ടും. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ തീറ്റയാണ് അല്ലെ? സൈൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ തീറ്റയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പെർപെൻഡിക്കുലർ അപ്പോൺ ഹൈപ്പോട്ടന്യൂസ് ആണ്, പി ബൈ എച്ച് ആണ്. പെർപെൻഡിക്കുലർ 7 ആണ്, ഹൈപ്പോട്ടന്യൂസ് 25 ആണ്. ആൻസർ എന്ത് വരും? 7/25 വരും അല്ലെ? 7/25 വരും. എളുപ്പമല്ലേ? ഇതുവരെ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക്. ശ്രദ്ധിക്കുക, കൊസീക് സ്ക്വയർ തീറ്റയുടെ വാല്യൂ 625/576 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ വാല്യൂ ആണ്. അപ്പൊ ഇവിടെ ഇത്ര ട്രിക്കിയാണ്. ഇവിടെ ആദ്യം നിങ്ങൾ ചിന്തിക്കുക, കൊസീക് സ്ക്വയർ തീറ്റയുടെ വാല്യൂ 625/576 ആണെങ്കിൽ കൊസീക് തീറ്റയുടെ വാല്യൂ എത്ര വരും എന്ന് ആലോചിക്കുക. കൊസീക് തീറ്റയുടെ വാല്യൂ എത്രയാ? 25/24 ആണ്. കാരണം വളരെ സിമ്പിൾ ആണ്. എക്സ് സ്ക്വയറിന്റെ വാല്യൂ 4 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നമ്മൾ എന്തെന്ന് പറയും? √4 അല്ലെങ്കിൽ 2 എന്ന് പറയും. സെയിം ലോജിക് തന്നെയാണ്. കൊസീക് സ്ക്വയർ തീറ്റയുടെ വാല്യൂ 625/576 ആണെങ്കിൽ കൊസീക് തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ടാണ്. 625ന്റെ റൂട്ട് എത്ര വരും? 25. 576ന്റെ റൂട്ട് എത്ര വരും? 24. അപ്പൊ കൊസീക് തീറ്റ കിട്ടി. അപ്പൊ ഒരു ഐഡന്റിറ്റി നമുക്കറിയാം, അത് വെച്ച് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിൽ ബോട്ടം റൈറ്റ് കോർണർ ഞാൻ തീറ്റ ആയിട്ട് എടുക്കുന്നു. ഇനി കൊസീക് തീറ്റ എങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്? ഹൈപ്പോട്ടന്യൂസിനെ പെർപെൻഡിക്കുലർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് 25 ആണ്, പെർപെൻഡിക്കുലർ 24 ആണ്. ഇനി 25ന്റെയും 24ന്റെയും കൂടെ വരുന്ന മൂന്നാമത്തെ സൈഡ് ഏതാണെന്ന് ആലോചിക്കുക. അത് ഏതാണ്? 7 ആണ്. അപ്പോൾ 3 സൈഡുകളുമായി. ഇനി ഇതിനകത്ത് എനിക്ക് വേണ്ടത് സൈൻ തീറ്റയും കോസ് തീറ്റയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സൈൻ തീറ്റ എത്ര വരും? സൈൻ തീറ്റ എത്ര വരും? പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, 24/25. ഓക്കെ. ഇനി അതേ കണക്ക് തന്നെ കോസ് തീറ്റ എന്ത് വരും? കോസ് തീറ്റയുടെ വാല്യൂ ബേസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. എത്ര വരും? 7/25 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ആണ്. അപ്പോ 24/25 മൈനസ് 7/25 ദ ഹോൾ ഡിവൈഡഡ് ബൈ 24/25 പ്ലസ് 7/25. ഇതല്ലേ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഡിനോമിനേറ്ററിലെ 25ഉം അതേപോലെ തന്നെ ഈ ന്യൂമറേറ്ററിലെ 25 അത് ക്യാൻസൽ ആയി പോകും അല്ലെ? ഇവിടെ കോമൺ ഡിനോമിനേറ്റർ 25 ആണ്, താഴെയും കോമൺ ഡിനോമിനേറ്റർ 25 ആണ്. അപ്പൊ 25 അങ്ങ് ക്യാൻസൽ ആയി പോകും. അതിനെക്കുറിച്ച് നമ്മൾ വറി ആവേണ്ട കാര്യമില്ല. ബാക്കിയുള്ള നോക്കിയാൽ മതി. 24 മൈനസ് 7, 24ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 17 അല്ലേ? 17 7 അല്ലേ? 24. ഇനി 24 പ്ലസ് 7, 24നോട് കൂടി 7 കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? 31. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എത്രയാണ് വരേണ്ടത്? 17/31 എന്നാണ്. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ? സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. കിട്ടിയോ? വളരെ സിമ്പിൾ ആയി, കൂളായിട്ട്, പൂ പോലെ, പുഷ്പം പോലെ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സെറ്റാണേ. അപ്പൊ ഒരു ഐഡന്റിറ്റി എന്നാൽ എങ്ങനെയാണ് മറ്റൊരു ഐഡന്റിറ്റിയിലേക്ക് വരിക എന്നാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ശ്രദ്ധിക്കുക, ഇനിയിപ്പോ നമുക്ക് അറിയില്ലാത്ത ട്രിപ്ലെറ്റും വന്നേക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, കോസ് തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്, പി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം ആദ്യം തന്നെ. ഇത് തീറ്റ ആയിട്ട് എടുക്കുന്നു. കോസ് തീറ്റ നമ്മൾ ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ബേസ് എനിക്ക് പി ആയിട്ടും ഹൈപ്പോട്ടന്യൂസ് എനിക്ക് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആയിട്ടും എടുക്കാം. ഇനി ശ്രദ്ധിക്കുക, പൈതഗോറസ് തിയറം അനുസരിച്ച് ഇവിടെ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ വരണമെങ്കിൽ ഒരു സൈഡ് പി ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സൈഡ് എന്തായേ പറ്റത്തുള്ളൂ? ക്യൂ ആയേ പറ്റത്തുള്ളൂ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഇവിടെ പിയും ക്യൂവും വന്നാലേ മൂന്നാമത്തെ ഹൈപ്പോട്ടന്യൂസ് എന്തായിട്ട് വരത്തുള്ളൂ? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആയിട്ട് വരത്തുള്ളൂ. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടാൻ തീറ്റയാണ് അല്ലെ? ടാൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ടാൻ തീറ്റയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പെർപെൻഡിക്കുലർ സൈഡ് ഡിവൈഡഡ് ബൈ ബേസ് ആണ്. പെർപെൻഡിക്കുലർ എന്തുവാണ്? ക്യൂ ആണ്. ബേസ് എന്തുവാണ്? പി ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? Q/P എന്ന് വരും അല്ലെ? Q/P അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ബി ഓപ്ഷൻ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? കൂളായിട്ടല്ലേ നമ്മൾ ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഇത് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. സൈൻ 17 is equal to x/y ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സീക്ക് 17 മൈനസ് സൈൻ 73? അപ്പൊ ഇവിടെ 17 ആണെങ്കിൽ പിന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യായിരുന്നു. ഇവിടെ ഒരു 73 കൂടി തന്നിട്ടുണ്ട് അല്ലെ? ഒരു 73 കൂടി തന്നിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിച്ചെടുക്കുക? വളരെ സിമ്പിൾ ആണത്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. എടാ, നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് എനിക്കറിയാം. ഈ റൈറ്റ് സൈഡ് ആംഗിൾ ഞാൻ 17 ആയിട്ട് എഴുതി കേട്ടോ, 17 ആയിട്ട് എഴുതി. ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളുകളും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരേണ്ടത്? 180 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പൊ അത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള 2 ആംഗിൾ, അതായത് ചെറിയ 2 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 90 കൂടെ വരണം. എന്നാലേ 90 + 90 എത്ര ആവത്തുള്ളൂ? 180 ആവത്തുള്ളൂ. അപ്പൊ ഇവിടെ ആലോചിക്കുക, ഇത് 17 ആണെങ്കിൽ
ഇതെന്ന് പറയുന്നത് 90 മൈനസ് 17 എത്ര വരണം? 73 വരണം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് 17 തന്നാൽ മതി, 17 വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ആംഗിൾ ആയിട്ടുള്ള 73 അവിടെ കണ്ടുപിടിക്കാം. ഇവ ആംഗിളുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. റൈറ്റ് ആംഗിൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്, വേറൊരു ആംഗിൾ 17 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 73 വരും. കാരണം മൊത്തം കൂട്ടുമ്പോൾ 180 വരണമെങ്കിൽ ആ രണ്ട് അക്യൂട്ട് ആംഗിളും കൂടെ കൂട്ടുമ്പോഴും 90 വരണം. കാര്യം എന്നാലേ 90 പ്ലസ് 90 180 വരത്തുള്ളൂ. അതിൽ ഒരെണ്ണം 17 ആണെങ്കിൽ മറ്റത് 90 മൈനസ് 17 ആണ്, 73 ആണ്. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം. ഇവിടെ സൈൻ 17 അല്ലേ തന്നിരിക്കുന്ന എക്സ് ബൈ വൈ. അപ്പൊ 17 നോക്കുമ്പോൾ പെർപെൻഡിക്കുലർ സൈഡ് എക്സ് ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്താണ്? വൈ ആണ് അല്ലെ? സൈൻ തീറ്റ എങ്ങനെ എഴുതുന്നത്? പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ പെർപെൻഡിക്കുലർ സൈഡ് എനിക്ക് എക്സ് ആയിട്ടും ഹൈപ്പോട്ടന്യൂസ് എന്തായിട്ട് കൊടുക്കാം? വൈ ആയിട്ട് കൊടുക്കാം. ഇനി പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ ബേസിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ബേസിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് പെർപെൻഡിക്കുലറിന്റെ സ്ക്വയർ മൈനസ് ചെയ്യുന്നതാണ്. റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് വേണ്ട വാല്യൂസ് എല്ലാം ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതിലേക്ക് വരാം. നമുക്ക് സീക്ക് 17 വേണം. സീക്ക് 17 അല്ലെങ്കിൽ സീക്ക് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് ബൈ ബേസ് ആണ്. അപ്പോൾ 17 നോക്കുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് വൈയും ബേസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ സീക്ക് 17 വാല്യൂ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, മൈനസ് സൈൻ 73. ഇനി 73 നോക്കണം. സൈൻ തീറ്റയുടെ വാല്യൂ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. പക്ഷേ 73 നോക്കുമ്പോൾ ഇതിന്റെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്, ഹൈപ്പോട്ടന്യൂസ് വൈ ആണ്. അപ്പൊ അവിടെ ചെയ്യേണ്ടത് എന്തുവാണ്? റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ ആണ്. ഇനി സാധാരണ ഫ്രാക്ഷൻസ് മൈനസ് ചെയ്യുന്ന പോലെ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ വൈ ഇൻറ്റു വൈ എത്ര വരും? വൈ സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ക്യാൻസൽ ആവും. ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതാം വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, രണ്ട് ടേമുകളോടൊപ്പം ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുക. ഇനി ഡിനോമിനേറ്ററിൽ വരുന്നത് എന്തുവാടാ? വൈ ഇൻറ്റു റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വൈ ഇൻറ്റു റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പൊ ചെയ്തത് മനസ്സിലാവാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആണത്. നമ്മൾ ഇത്തരത്തിൽ അംശവും ഛേദവും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ, എന്നിട്ട് ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഈ സെയിം കാര്യമാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇനി തുടർന്ന് ചെയ്യാം. വൈ സ്ക്വയറിൽ നിന്ന് ശ്രദ്ധിക്കുക, വൈ സ്ക്വയറിൽ നിന്ന് വൈ സ്ക്വയർ മൈനസ് ചെയ്തത് 0 ആയി. ഇനി മൈനസ് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. വൈ ഇൻറ്റു റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഏത് ഓപ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്? ബി ഓപ്ഷൻ ആയിട്ടാണ് അതിന്റെ ആൻസർ തന്നിരിക്കുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഏത് തന്നെയാണ്? ബി ഓപ്ഷൻ ആണ്. സിമ്പിൾ അല്ലേ? ഈസി അല്ലേ? അപ്പൊ ഇവിടെ കോംപ്ലിമെന്ററി ആംഗിളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൈൻ 17 തരാണെങ്കിലും 73 നമുക്ക് കണ്ടുപിടിക്കാം. കോംപ്ലിമെന്ററി പേർ. ഇപ്പൊ 40 തന്നാലും 50 നമുക്ക് കണ്ടുപിടിക്കാം, 30 തന്നാലും 60 നമുക്ക് കണ്ടുപിടിക്കാം. ആ ഒരു ഓർഡറിൽ ഓർക്കുക കേട്ടോ. നമ്മുടെ ട്രയാങ്കിൾ സെയിം ട്രയാങ്കിൾ തന്നെ മതി. അതിന് രണ്ട് ട്രയാങ്കിൾ വരയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണേ? നമുക്ക് നോക്കാം, ഒന്ന് രണ്ട് ചോദ്യങ്ങളോട് ചെയ്യാം. ഇതാണ് കോസ് 21 എക്സ് ബൈ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ കൊസീക് 21 മൈനസ് കോസ് 69. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന ആദ്യം ആംഗിൾസ് ഒന്ന് ക്ലിയർ ആവണം. ശ്രദ്ധിക്കുക, ഇവിടെ ഇത് 90 ഡിഗ്രി ആണ്, ഇത് 21 എന്ന് എടുത്താൽ അടുത്ത ആംഗിൾ 90 മൈനസ് 21 അല്ലെങ്കിൽ എത്രയെന്ന് വരും? 69 എന്ന് വരും. അപ്പോൾ പറഞ്ഞിരിക്കുന്ന രണ്ട് ആംഗിൾസും ആയി. ഇനി നമുക്ക് തന്നിരിക്കുന്ന കോസ് 21 ആണ്, എക്സ് ബൈ വൈ. അപ്പൊ കോസ് എന്ന് പറഞ്ഞാൽ ബേസ് അപ്പോൺ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ബേസ് എക്സ് ആയിട്ടും ഹൈപ്പോട്ടന്യൂസ് എനിക്ക് വൈ ആയിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എടുക്കാം. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് കൊസീക് 21 ആണ്. ആലോചിച്ച് നോക്കുക, കൊസീക് 21 എന്ന് പറയുമ്പോൾ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ശ്രദ്ധിക്കുക, കൊസിക് തീറ്റയുടെ വാല്യൂ എങ്ങനെ? ഹൈപ്പോട്ടന്യൂസ് അപ്പോൺ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്, മൈനസ് കോസ് 16 ആണ്. ഇനി 69 നോക്കണം. 69 നോക്കുമ്പോൾ കോസ് 69 എന്ന് പറയുമ്പോൾ ബേസ് അപ്പോൺ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ 69ന്റെ ബേസ് എന്താണെന്ന് ആലോചിക്കുക. 69ന്റെ ബേസ് എന്തുവാ? റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? അല്ലേ? ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? വൈ ആണ്. ഇത് നേരത്തെ തന്ന അതേ വാല്യൂ തന്നെ വരിക. അപ്പോൾ ക്യാൻസലേഷൻ എല്ലാം സെയിം ആയിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ ഡയറക്റ്റ് ആൻസർ തന്നെ പറയാണ്. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. കാൽക്കുലേഷൻ നേരത്തെ ചോദ്യത്തിൽ ചെയ്ത അതേ കണക്ക് തന്നെയാണ് വരുന്നത്, യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഇതിന്റെ ആൻസർ ഏത് ഓപ്ഷൻ തന്നെയാണ്? ബി ഓപ്ഷൻ തന്നെയാണ്. ബി ഓപ്ഷൻ തന്നെയാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണേ. അപ്പോൾ ഇനി അങ്ങോട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അതിനൊക്കെയുള്ള കൺസെപ്റ്റുകളെല്ലാം നിങ്ങളുടെ കയ്യിലായിട്ടുണ്ട്. എന്നിട്ട് ഡൗട്ട് വന്ന ചോദ്യങ്ങൾ മാത്രം എക്സ്പ്ലനേഷൻ കേൾക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ശ്രദ്ധിക്കുക, 3 tan θ = 4. അങ്ങനെയാണെങ്കിൽ 4 cos θ മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2 cos θ പ്ലസ് സൈൻ തീറ്റ. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നു 3 tan θ 4 തന്നെ 3 റൈറ്റ് സൈഡിലേക്ക് പോയാൽ
ടാൻ തീറ്റയുടെ വാല്യൂ എനിക്ക് എത്രയെന്ന് കിട്ടും? 4/3 എന്ന് കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ടാൻ തീറ്റയുടെ വാല്യൂ 4/3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ എനിക്ക് 4 ആയിട്ടും ബേസ് എനിക്ക് എത്ര ആയിട്ട് കൊടുക്കാം? 3 ആയിട്ട് കൊടുക്കാം. ഇനി 3ന്റെ 4ന്റെയും കൂടെ വരുന്ന മൂന്നാമത്തെ സൈഡ് ഏതാണെന്ന് ആലോചിക്കുക. അതേതാണ്? 5 ആണ്. അപ്പൊ ഹൈപ്പോട്ന്യൂസ് എനിക്ക് 5 എന്ന് കിട്ടി. ഇതാണ് നമ്മൾ തീറ്റ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂയിലേക്ക് വരാം. 4 ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റയുടെ വാല്യൂ എന്തോ 3/5 അല്ലേ? ബേസ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. 4 ഇൻറ്റു 3/5 മൈനസ് സൈൻ തീറ്റ. സൈൻ തീറ്റയുടെ വാല്യൂ എന്തുവാ? പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അതായത് 4/5 ആണ്. ഡിവൈഡഡ് ബൈ 2 കോസ് തീറ്റ, അതായത് 2 ഇൻറ്റു 3/5 പ്ലസ് സൈൻ തീറ്റ 4/5. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് 5 വരും, താഴെയും ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് 5 വരും. അതങ്ങ് ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് മാത്രം നോക്കിയാൽ മതിയാവും. 4 ഇൻറ്റു 3 12. 12ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ എത്ര വരും? 8 വരും അല്ലെ? 8 വരും. ഡിവൈഡഡ് ബൈ 6 + 4 10 വരും. 8/10 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് എത്ര വരും? 4/5. കറക്റ്റ് ആൻസർ എത്രയാണ്? 4/5. ഏത് ഓപ്ഷൻ ആയിട്ടാണ് തന്നിരുന്നത്? എ ഓപ്ഷൻ ആയിട്ടാണ് തന്നിരുന്നത്. അപ്പൊ ഇവിടെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്തത്. 3 ടാൻ തീറ്റ 4 ആണെങ്കിൽ ടാൻ തീറ്റ 4/3 ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ 4ഉം ബേസ് 3ഉം വന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഹൈപ്പോട്ന്യൂസ് കാൽക്കുലേറ്റ് ചെയ്തത് അത് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2 കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ആയിരുന്നു. അപ്പോൾ അവിടെ കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ ഒരു ചോദ്യത്തിൽ ഒരു ഷോർട്ട് കട്ടും കൂടെ പറഞ്ഞുതരാം. അതായത് ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ, ഇത്രയും പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ടാൻ തീറ്റയുടെ വാല്യൂ നമുക്ക് 4/3 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റയുടെ വാല്യൂ എനിക്ക് എത്രയെന്ന് എഴുതാം? 4/3 എന്ന് എഴുതാം. അപ്പോൾ സൈൻ തീറ്റയും കോസ് തീറ്റയും മാത്രമേ എനിക്ക് കണ്ടുപിടിക്കാനുള്ളൂ എങ്കിൽ എനിക്ക് ഡയറക്റ്റ് എടുക്കാം. സൈൻ തീറ്റയുടെ വാല്യൂ 4 ആയിട്ടും കോസ് തീറ്റയുടെ വാല്യൂ എത്ര ആയിട്ട് കൊടുക്കാം? 3 ആയിട്ട് കൊടുക്കാം. ആൻസർ തെറ്റത്തില്ല. വേറെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി ആണെങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കാതെ നിവൃത്തിയില്ല. പക്ഷെ ടാൻ തീറ്റ തന്ന് സൈൻ തീറ്റയും കോസ് തീറ്റയും മാത്രമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ നമുക്ക് എന്തുമാത്രം ചെയ്താൽ മതി? ഈ ന്യൂമറേറ്റർ സൈൻ തീറ്റ ആയിട്ടും ഡിനോമിനേറ്റർ എനിക്ക് കോസ് തീറ്റ ആയിട്ടും കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ തിരിച്ചാലും സെയിം ആൻസർ തന്നെ വരിക. 4 ഇൻറ്റു കോസ് തീറ്റ 3 മൈനസ് സൈൻ തീറ്റ 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് തീറ്റ 3 പ്ലസ് സൈൻ തീറ്റ 4. സെയിം ആൻസർ തന്നെ വരും. നോക്കിയേ, 12 - 4 8 ഡിവൈഡഡ് ബൈ 6 + 4 10 8/10 അല്ലെങ്കിൽ 4/5. പക്ഷെ ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ കുറേയും കൂടെ സിമ്പിൾ ആവുന്നുണ്ട്. അപ്പോ ഒരു എക്സ്ട്രാ പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ടാൻ തീറ്റയുടെ വാല്യൂ തന്ന് സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ ടാൻ തീറ്റയുടെ ന്യൂമറേറ്റർ സൈൻ തീറ്റ ആയിട്ടും ഡിനോമിനേറ്റർ എനിക്ക് എന്തായിട്ട് കൊടുക്കാം? കോസ് തീറ്റ ആയിട്ട് കൊടുക്കാം. ആൻസർ തെറ്റത്തില്ല. ഓക്കെ ആണേ? സെറ്റ് ആണേ? പെർഫെക്റ്റ്. ഓക്കെ ആണേ? ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കുക. ടാൻ തീറ്റ a/b ആണെങ്കിൽ a സൈൻ തീറ്റ മൈനസ് ബി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ a സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റയുടെ വാല്യൂ എന്താണ്? അപ്പൊ നമുക്കറിയാം ടാൻ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ന്യൂമറേറ്റർ എന്തായിട്ട് എടുക്കുക? ന്യൂമറേറ്റർ സൈൻ തീറ്റ ആയിട്ട് എടുക്കുക. ഡിനോമിനേറ്റർ എന്തായിട്ട് എടുക്കുക? കോസ് തീറ്റ ആയിട്ട് എടുക്കുക. അപ്പോൾ a സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ a ഇൻറ്റു a മൈനസ് ബി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ b ഇൻറ്റു b ഡിവൈഡഡ് ബൈ a സൈൻ തീറ്റ വീണ്ടും a ഇൻറ്റു a പ്ലസ് ബി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ b ഇൻറ്റു b. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് വരുന്നത്? a² മൈനസ് b² ഡിവൈഡഡ് ബൈ a² പ്ലസ് b². വെരി വെരി സിമ്പിൾ, ഈസി അല്ലേ? a² മൈനസ് b² ഡിവൈഡഡ് ബൈ a² പ്ലസ് b². ഏത് ഓപ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? എ ഓപ്ഷൻ ആണ്. എ ഓപ്ഷൻ ആണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം അടുത്തത് ട്രയാങ്കിൾ വരയ്ക്കാതെ കിട്ടത്തില്ല. കാര്യം സീക് തീറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ട്രയാങ്കിൾ വരച്ചു നോക്കാം. ശ്രദ്ധിക്കുക, സീക് തീറ്റയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ തീറ്റ ആയിട്ട് എടുക്കുന്നു. സീക് തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോട്ന്യൂസ് ബൈ ബേസ് ആണ്. അപ്പൊ ഹൈപ്പോട്ന്യൂസ് ഞാൻ 13 ആയിട്ടും ബേസ് ഞാൻ 5 ആയിട്ട് എടുക്കുന്നു. ഇനി നിങ്ങൾ ആലോചിക്കുന്ന 5ന്റെയും 13ന്റെയും കൂടെ വരുന്ന മൂന്നാമത്തെ സൈഡ് ഏതാണ്? 5 12 13 എന്നല്ലേ നമ്മൾ പറയാ. അപ്പൊ മൂന്നാമത്തെ സൈഡ് 12 ആണ്. ഇനി ഇതിനകത്തുനിന്ന് സൈൻ തീറ്റയും കോസ് തീറ്റയും എനിക്ക് വേണം. സൈൻ തീറ്റ എന്തുവാ? 12/13 ആണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. കോസ് തീറ്റ എന്തുവാ? 5/13 ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 ഇൻറ്റു 12/13 മൈനസ് 3 ഇൻറ്റു 5/13 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 12/13 മൈനസ് 9 ഇൻറ്റു 5/13. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ ഈ 13 അങ്ങ് കട്ടായി പോകില്ലേ? 13 കട്ടായി പോവും. 13 കട്ടായി പോകുമ്പോൾ ബാക്കി വരുന്നത് 24 മൈനസ് 15 അല്ലെ? 24 മൈനസ് 15. 24 നിന്ന് 15 പോയി കഴിഞ്ഞാൽ എത്ര വരും? 9 വരും. ഡിവൈഡഡ് ബൈ 48 മൈനസ് 45 അല്ലെ? 12 4 40. 48 മൈനസ് 45 ആൻസർ എന്തുവാ? 3 ആണ്. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്ത് വരും സുഹൃത്തെ? 3 വരും. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഡി ഓപ്ഷൻ ആണ്. ഡി ഓപ്ഷൻ ആണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്.
അപ്പോൾ സ്റ്റെപ്പുകൾ പരമാവധി കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു റേഷ്യോ വന്ന് മറ്റൊരു റേഷ്യോ കണ്ടുപിടിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വൺ ഫൈനൽ ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടെ ചെയ്യാം. ശ്രദ്ധിക്കുക, cos theta is equal to 5/13. Then sin square theta minus cos square theta divided by 2 sin theta cos theta into 1 by tan square theta. 1 by tan square theta. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഈ പറയുന്ന 2 sin theta cos theta എന്ന് പറഞ്ഞാൽ sin 2 theta ആണ്. അപ്പൊ അങ്ങനെയുള്ള റിലേഷൻ ഒക്കെ വെച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ച് ചെയ്തെടുക്കാം. നോക്കാം ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് അറിയാലോ. അപ്പൊ നമുക്ക് ഇത് തീറ്റ ആയിട്ട് എടുക്കാം, ദിസ് സൈഡ് തീറ്റ ആയിട്ട് എടുക്കാം. കോസ് തീറ്റയുടെ വില തന്നിരിക്കുന്നത് അത് ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ബേസ് 5ഉം ഹൈപ്പോട്ടന്യൂസ് 13ഉം ആണ്. അപ്പൊ 5ന്റെയും 13ന്റെയും കൂടെ വരുന്ന മൂന്നാമത്തെ സൈഡ് ഇത് 12 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസേഴ്സ് കിട്ടി. ഇനി ആലോചിക്കുക, സൈൻ തീറ്റ 12/13 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ എത്ര വരും? 12ന്റെ സ്ക്വയർ 144 ഡിവൈഡഡ് ബൈ 13ന്റെ സ്ക്വയർ എത്ര വരും? 169. മനസ്സിലായോ? സൈൻ തീറ്റ 12/13 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ 12ന്റെ സ്ക്വയർ ബൈ 13ന്റെ സ്ക്വയർ ആണ്. അതാ ഞാൻ എഴുതിയേക്കുന്നത് 144/161 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. കോസ് തീറ്റ 5/13 ആണ്. അപ്പൊ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ എത്ര വരും? 25/169. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ 2 ഇൻറ്റു 12/13 ഇൻറ്റു 5/13. ഓക്കെ, ഇനി ഇൻറ്റു 1 ബൈ ടാൻ സ്ക്വയർ തീറ്റ. ആലോചിക്കുക, ടാൻ തീറ്റ എന്തുവാണ്? 12/5 ആണ്. അപ്പൊ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 144/25 വരും. ഇനി കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ സ്മാർട്ട് ആയിട്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ന്യൂമറേറ്ററിൽ കോമൺ ഡിനോമിനേറ്റർ 169 ആണ്. ഇവിടെ 13 × 13 169 വരും. അപ്പൊ ആ 169 അങ്ങ് ക്യാൻസൽ ആയി പോകും. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ വറി ചെയ്യേണ്ട കാര്യമില്ല. ഇനി 144 ന്ന് 25 പോയി കഴിഞ്ഞാൽ എത്ര വരും? 144 ന്ന് 20 പോയി കഴിഞ്ഞാൽ 124 ആണ്. ഇനി ഒരു 5 കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 119 വരും അല്ലെ? 119 വരും. ഡിവൈഡഡ് ബൈ ഇവിടെ 2 × 12 24 ആണ്. 24 × 5 എത്ര വരും? 120 വരും. ഇൻറ്റു ഇനി ശ്രദ്ധിക്കുക, ഇവിടെ 1/144/25 ആണ്. അത് തലതിരിഞ്ഞ് വരുമ്പോൾ എന്താ വരും? 25 ഡിവൈഡഡ് ബൈ 144 വരും. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എത്ര വരൂടാ? 24 പ്രാവശ്യം. ഇതാണെങ്കിൽ 5 പ്രാവശ്യം. ഇനി കട്ടായി പോകുന്ന വാല്യൂസ് ഉണ്ടോ? ഇത് 17 × 7 ആണ് അല്ലെ? 17 × 7 ആണ് 119. ഇവിടെ ആണെങ്കിൽ 144 ആണ്. 12 × 12 ആണ്. അപ്പോ കട്ടായി പോകുന്ന വാല്യൂസ് ഒന്നും തന്നെ ഇല്ല. ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ 119 × 5 119 × 5 എത്ര വരും? 500ഉം 19 × 5 എത്രയാണ്? 95 ആണ്. അപ്പൊ 595 വരും. 595 ന്യൂമറേറ്ററിൽ 595 വരുന്ന ആൻസർ ആണ് നമ്മുടെ ആൻസർ. അത് കണ്ടുപിടിക്കാം. ഇനി 144 × 24 ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ 144 × 24 കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ചെയ്യുക. ഇത് 12ന്റെ സ്ക്വയർ ആണ്. ഇത് 12 × 2 ആണ്. ഇത് ചെയ്യുന്ന കാര്യം പറഞ്ഞേ, 24 × 144 ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് 12ന്റെ സ്ക്വയർ ആണ്. ഇവിടെ 12 × 2 ആണ്. അപ്പൊ മൊത്തം 12ന്റെ ക്യൂബിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 12ന്റെ ക്യൂബ് എത്ര? 1728 ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1700ന്റെ ഡബിൾ 3400, 28ന്റെ ഡബിൾ 56. അപ്പൊ എത്ര വരും? 3456 വരും. അപ്പൊ ഡിനോമിനേറ്റർ വാല്യൂ എത്രയാണ് വരേണ്ടത്? 3456 ആണ്. സോ കറക്റ്റ് ആൻസർ എങ്ങനെയൊക്കെയാണെങ്കിലും ഏതാ വരേണ്ടത്? 595/3456 ആണ് വരേണ്ടത്. ഓക്കെ, സെറ്റ് ആണേ. അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസും ട്രിപ്ലെറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്ലാസ് എല്ലാവർക്കും വ്യക്തമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റി എന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ ഇന്റൻസീവ് ആയിട്ട് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ചാനൽ പുതുതായിട്ട് ആരംഭിച്ചേ ഉള്ളൂ. അപ്പോ പരമാവധി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക. അപ്പൊ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് അത് പ്രചോദകമാവും. നല്ല കണ്ടന്റുമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇപ്പൊ തൽക്കാലത്തേക്ക് വിടാം. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.